ദുരന്തരൊക്കെ ട്രെൻഡ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ സ്പൈസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യക്കൊരു ലേഡി ദുരന്തരം ഉണ്ടായിരുന്നു. 84 വർഷം മുന്നേ ഒരു 16 വയസ്സുകാരെ ഒരു പെൺകുട്ടി ആൺവേഷം കെട്ടി ബ്രിട്ടീഷ് ക്യാമ്പിൽ പോയി ഇൻഫർമേഷൻ ചോർത്തിയ കഥ സരസ്വതി രാജാമണി. ഇത് സരസ്വതി രാജാമണിയുടെ ചരിത്രമാണ്. 1940 തുടക്കത്തിൽ ബർമ്മ രംഗൂണിൽ സുഭാഷ് ചന്ദ്രബോസ് എത്തുന്ന കാലഘട്ടം. അവിടുത്തെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ ബർമ്മയിലുണ്ട്. അതിൽ അവിടുത്തെ വലിയൊരു സ്വർണ്ണഖനി ഓൺ ചെയ്യുന്ന ഒരു ഫാമിലിയിലായിരുന്നു രാജാമണി, 16 വയസ്സുകാരിയായ രാജാമണി. ഈ രാജാമണി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്പീച്ച് കേട്ട് വളരെയധികം ഇൻസ്പയർഡായി കയ്യിലുള്ള സ്വർണ്ണം മുഴുവൻ സുഭാഷ് ചന്ദ്രബോസിന് ഡൊണേറ്റ് ചെയ്തു, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് വേണ്ടി. കൊച്ചുകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഈ സ്വർണം തിരിച്ചു കൊടുത്തു. പക്ഷേ രാജാമണിയുടെ കണ്ണിലെ തിളക്കം കണ്ട് ബോസിന് മനസ്സിലായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ അത്ര താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ രാജാമണിനെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസ് ചേർത്തു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് രാജാമണിക്ക് സരസ്വതി എന്നൊരു പേരും കൂടെ കൊടുത്തു. ആ കാലത്ത് ബ്രിട്ടീഷുകാർ വളരെ ഹെവി ആയിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ ടാർഗറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. ബോസ് വിചാരിച്ചു നമ്മുടെ ഒരാൾ ബ്രിട്ടീഷ് ക്യാമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ രാജാമണിനെയും ദുർഗ എന്ന് പറയുന്ന പെൺകുട്ടിയെയും വിളിച്ചിട്ട് സുഭാഷ് ചന്ദ്രബോസ് രണ്ടുപേരുടെയും മുടി മുറിച്ചു. ആൺകുട്ടികളായി മാറി രാജാമണി മണിയായി ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറി. ദീർഘകാലം അവിടെ വർക്ക് ചെയ്തു. ഇവർ ബ്രിട്ടീഷുകാരുടെ എല്ലാ നീക്കങ്ങളും സീക്രട്ട് ഇൻഫർമേഷൻസും അവിടുത്തെ ബർമ്മ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് ബോസിൻ്റെ അടുത്ത് എത്തിച്ചു. എല്ലാ ഇൻഫർമേഷൻസും ഇൻ്റലിജൻസും അവിടെ എത്തിച്ചു. ദീർഘകാലം അവരിത് ചെയ്തു. പക്ഷേ പിന്നീട് ഒരു ദിവസം ദുർഗ പിടിക്കപ്പെട്ടു. രാജാമണി പുറത്തായി. എങ്ങനെയും ദുർഗേനെ രക്ഷിച്ചേ പറ്റുള്ളൂ. രാജാമണി തീരെ പതറിയില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി അറിയായിരുന്നു. അവിടുത്തെ ബർമ്മയിലുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് അവിടുത്തെ ലോക്കൽ വസ്ത്രം ധരിച്ച് ദുർഗേനെ വെച്ചിരിക്കുന്ന ജയിലിൽ പോയി അവിടെ ക്ലീനിങ്ങിന് പോയി ബ്രിട്ടീഷ് ഓഫീസർ പുറത്തു പോയ തക്കം നോക്കി കൃത്യമായിട്ട് അവിടെ പോയി ജയിൽ തുറന്ന് ദുർഗേനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഇവർ രണ്ടുപേരും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. പക്ഷേ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇത് കണ്ട് പിന്നീട് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫയറിങ്ങിൻ്റെ ഇടയ്ക്ക് രാജാമണിയുടെ കാലിൽ വെടികൊണ്ടു. എന്നിട്ടും രാജാമണി സ്റ്റോപ്പ് ചെയ്തില്ല. ദുർഗയും ഇവരും കൂടെ ഓടി രക്ഷപ്പെട്ടു ഒരു മരത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നു. രാജാമണിയുടെ കാലിൽ നിന്നും ബ്ലഡ് ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും അവർ തളർന്നില്ല. കാരണം താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവിടെ കൃത്യം വളർന്നിട്ടുണ്ടെന്ന് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞു ആരുമില്ലെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇന്റർനാഷണൽ ആർമിയുടെ ക്യാമ്പിൽ ചെന്നു. അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും എടുത്തു. ഇതിലൊന്നും പതറാതിരുന്ന ഒരു ലേഡി ദുരന്തരാണ് രാജാമണി, സരസ്വതി രാജാമണി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. സരസ്വതി രാജാമണി നമ്മുടെ ഇടയിൽ 2018 വരെ ജീവിച്ചിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ഫാമിലി രംഗൂണിൽ നിന്നും എല്ലാം വിറ്റ് തിരിച്ച് ചെന്നൈയിൽ സെറ്റിൽ ചെയ്തു. അവസാനം ഇടയ്ക്ക് വെച്ച് ഇവരുടെ പെൻഷനും എല്ലാം സ്റ്റക്കായി പോയി. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് ഇവർക്ക് വേണ്ടിയുള്ള പെൻഷനും റെൻറ്റ് ഫ്രീ താമസവും കാര്യങ്ങളെല്ലാം ഹൗസിംഗ് ബോർഡിൽ അറേഞ്ച് ചെയ്തത്. ഇത് സരസ്വതി രാജാമണിക്ക് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആണ്.